ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയതാണ്. അതിനകത്ത് ജോബ് കാർഡിൽ മെയിനായിട്ട് പറഞ്ഞേക്കണ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ റിയർ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ റണ്ണിങ്ങിൽ ഓഫായി പോണ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ചെക്ക് ചെയ്യുക, എൻജിൻ ഓയിൽ മാറ്റുക, വാട്ടർ സർവീസ്, സീറ്റ് ലോക്ക് ചെക്കപ്പ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വ്യത്യാസമുണ്ട്, ഫ്രണ്ട് സൈഡിൽ നിന്നും സൗണ്ട് കാണിക്കുന്നുണ്ട്. അത് ബാക്ക് സൈഡിലത്തെ സൗണ്ടിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മെയിൻ സ്റ്റാൻഡിൻ്റെ പിന്നുമായി ബന്ധപ്പെട്ട് വന്ന പ്രോബ്ലമാണ്. അത് നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. അത് നോക്കി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തൊക്കെ റെഡിയാക്കാം. ഫ്രണ്ടിലത്തെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ വൈസറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഈ ഇരിക്കുന്ന വൈസർ ഇവിടെ പൊട്ടിപ്പോയിട്ട് ജർക്കാവണമാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കംപ്ലൈൻ്റ് ആയിട്ട് ഫുൾ ടേപ്പൊക്കെ ചെയ്ത് വെച്ചേക്കനാണ്. അത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ എടുത്ത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യുക. പുതിയത് വൈറ്റ് കളറൊക്കെ ആകുമ്പോൾ ഓൾറെഡി സ്റ്റോക്കിലുണ്ടാവില്ല, മോഡൽ പഴയതായതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളത് ആവശ്യമാണെങ്കിൽ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഐറ്റം വരുത്തി തരാം, വരുത്തി മാറ്റിയാലാണ് ആ ഫ്രണ്ടിലത്തെ സൗണ്ട് മാറുള്ളൂ കേട്ടോ. ബാക്കിലത്തെ സൗണ്ട് സ്റ്റാൻഡിൻ്റെ പിന്നുമായി ബന്ധപ്പെട്ടാണ്, അത് നമുക്ക് പരിഹരിക്കാം. പിന്നെ റണ്ണിങ്ങിൽ ഓഫായി പോണ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. റണ്ണിങ്ങിൽ ഓഫായി പോണ കംപ്ലൈൻറ്റ് സാധാരണ രീതിയിൽ നമുക്ക് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പ്രശ്നം കിട്ടിയിട്ടില്ല. അതിപ്പോൾ കാർബറേറ്ററിൻ്റെ ട്യൂണിങ്ങുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആവാനാണ് സാധ്യത. നമ്മൾ നോക്കുമ്പോൾ സ്ലോ സ്പീഡ് കുറവ് മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്തോളൂ, അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടേക്കാം. പിന്നെ സീറ്റ് ലോക്കിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കീ സെറ്റുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റാണ്. ഈ യൂണിറ്റ് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്കത് കമ്പനി ഐറ്റം ഒറിജിനൽ പാർട്സ് വരുമ്പോൾ സെറ്റേപ്പാടിയാണ് വരാം. അതായത് ഇഗ്നീഷൻ സ്വിച്ച് അസംബ്ലി വരും, ഈ ലോക്ക് അടക്കം മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം പരിഹരിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ജനറലായിട്ട് സർവീസ് പറഞ്ഞതുകൊണ്ട് നമ്മൾ ജനറൽ സർവീസിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈൻഡർ ഇത് നിലവിൽ കിടക്കുന്നത് കമ്പനി ലൈൻഡറൊന്നും അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലം വണ്ടിക്ക് എന്തെങ്കിലും കാണിക്കും. കാരണം ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലായിരിക്കും കാണിക്കുക ഈ മോഡൽ ലൈൻഡർ ഉപയോഗിക്കുമ്പോൾ. ഇത് സാധാരണ സ്പോക്ക് വീലിന് വന്ന ഹബിന് അനുയോജ്യമായിട്ടുള്ള മോഡലാണ് ഈ വന്നേക്കണേ. നമുക്ക് ശരിക്കും അലോയ് വീലിൻ്റെ മോഡലാണ് വേണ്ടത്. സ്കൂട്ടറിനൊക്കെ സെപ്പറേറ്റ് ടൈപ്പാണ് അതിൻ്റെ. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂട്ടറിൻ്റെ ബ്രേക്ക് ലൈൻഡർ തന്നെ നമുക്ക് ഉപയോഗിക്കണം, എന്നാലാണ് അത് ക്ലിയറായിട്ട് നിൽക്കുകയുള്ളൂ. ഈ ബ്രേക്ക് ലൈൻഡർ ഇത് ഇട്ടേച്ചും ബ്രേക്ക് ക്ലിയറായിട്ട് കിട്ടുന്നില്ല എന്ന് പറയണതിൽ കഥയില്ല. ഒന്നുപോലെ നമ്മൾ ബ്രേക്ക് ലൈൻഡർ മാറ്റിയിടണം, പുതിയത് സെറ്റ് ചെയ്യണം, അതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാം, ബ്രേക്കിൻ്റെ കേസ് റെഡി ആയിക്കോളും. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ ഏറെക്കുറെ അതിൻ്റെ മാക്സിമം ലൈഫിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിലെ ഗ്രൂവ് നോക്കണ്ട, സെൻട്രൽ ലൈനൊട്ടും പെടുത്തില്ലാത്തൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. ഹബിന് വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. എന്നാൽ റിമ്മിൻ്റെ ഭാഗത്തും പ്രോബ്ലംസ് ഉണ്ട്. ഈ സൈഡിലൊക്കെ തുരുമ്പുണ്ട്. ഇവിടെ പുറമേ തുരുമ്പ് ഇത്രയും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉള്ളിൽ നല്ല രീതിയിൽ തുരുമ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടയർ മാറ്റണ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിമ്മിൻ്റെ ഉള്ളിൽ തുരുമ്പുണ്ടെങ്കിൽ അതും കൂടി പെയിൻറ്റ് ചെയ്യാൻ കണക്കാക്കിയിട്ട് വേണം വണ്ടി കയറ്റാനും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും കേട്ടോ. കാരണം തുരുമ്പുണ്ടെങ്കിൽ അത് ചിരണ്ടി കളയാതെ പെയിൻറ്റ് ചെയ്ത് ഉണക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കതൊരു പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാവില്ല. അതിനകത്ത് തന്നെ ട്യൂബൊക്കെ തുരുമ്പടിച്ചിട്ടൊക്കെ കംപ്ലൈൻറ്റ് വന്ന് പഞ്ചറാവാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഈ പറഞ്ഞ രീതിയുടെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത്യാവശ്യം അടുത്ത സർവീസിൽ മാറ്റിയിട്ടാലും മതി നമുക്ക്. കാരണം കമ്പനി ഫിൽറ്ററിനെ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്യാം. അടുത്ത സർവീസിൽ നമുക്കത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. CVT ക്ലച്ചാണ്, ബെൽറ്റ് ഡ്രൈവാണ് നമ്മുടെ ആക്റ്റീവ മോഡൽ വണ്ടികൾ. അപ്പോൾ അത് നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ വരുന്ന ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ വരുന്ന ഓയിൽസീൽ ലീക്ക് തുടങ്ങിയേക്കണമെന്ന് കാണുന്നത്. ചെറിയൊരു നനവ് പോലെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് ഗ്രാജുവലി കൂടിയേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ആ ഓയിൽസീൽ അഴിച്ച് മാറ്റിയിടാം. ഈ സൈഡിലെ ഓയിൽസീൽ എന്ന് പറഞ്ഞാൽ ക്ലച്ച് ഷാഫ്റ്റുമായി ബന്ധപ്പെട്ട് അത് നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. ബെൽറ്റും നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബെൽറ്റ് പുതിയ ബെൽറ്റാണ്, പക്ഷേ കമ്പനി ബെൽറ്റ് അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്. ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് അത് കിടക്കുന്നത് കേട്ടോ. ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്, പക്ഷേ അത് പുതിയതാണ്. തൽക്കാലം ബെൽറ്റ് അത് യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് ടൈം മാറ്റി ഇടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒറിജിനൽ ബെൽറ്റ് മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. അത്യാവശ്യം ഓട്ടമുള്ള വണ്ടിക്കൊക്കെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് നിൽക്കുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ ഓർഡറൊക്കെ നമ്മൾ നോക്കിയിരുന്നു. നിലവിൽ വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബെൻഡെക്സ് പിനിയൻ സ്റ്റാർട്ടർ എന്ന് പറയും, ബെൻഡെക്സ് യൂണിറ്റ് എന്നാണ് കോമൺ ആയിട്ട് പറയാറ്. അതിൻ്റെ വർക്കിങ്ങും ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല കേട്ടോ. ക്ലച്ച് യൂണിറ്റ് നമ്മൾ നോക്കി, ക്ലച്ചിൻ്റെ ഈ നെട്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ വെട്ടി അഴിച്ചണൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. അപ്പോൾ ക്ലച്ചിനകത്ത് നമ്മൾ ആ ഓയിൽസീൽ മാത്രം മാറ്റി റീസെറ്റ് ചെയ്യണുള്ളൂ. ഇതൊക്കെ പിന്നീട് ഇരിക്കുന്ന പുറമെ അവിടെ കയറ്റി അഴിച്ചപ്പോൾ വെട്ടിയാണത് കേട്ടോ. ഓൾറെഡി നമ്മളിവിടെ ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ടൂളുകളുണ്ട്, ആ ടൂൾ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ. ഇതല്ലാതെ ലോക്കൽ വർക്ക്ഷോപ്പിൽ കയറ്റി ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ ഒരു പണിയൊക്കെ ചെയ്ത് വയ്ക്കാറ്. അത് തൽക്കാലം നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല, വർക്കിംഗ് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ നമുക്ക് അത് തന്നെ നിലനിർത്താം. നെക്സ്റ്റ് ടൈം അത് അഴിച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിക്കുന്ന സമയത്ത് നമുക്കത് അഴിച്ച് അതിൻ്റെ നെട്ടൊക്കെ മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം.
കിക്കർ വീലും കൂട്ടത്തിക്കടെ ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ നിലവിൽ ക്ലച്ചിലതൊക്കെ ഉള്ളൂ മെയിനായിട്ട് വന്ന വർക്കുകൾ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു വണ്ടി ഓട്ടത്തിൽ ഓഫായി പോകണ കംപ്ലയിൻ്റ് ഒന്നുമില്ല. സ്ലോ സ്പീഡിലേക്ക് വണ്ടി നിൽക്കുന്ന സമയത്ത് ഓഫ് ആവേണ്ടത് അത് സ്ലോ സ്പീഡിൻ്റെ കുറവ് മൂലം വന്നാണ് കേസാണ്. അത് നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം. വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി ചെക്ക് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ നിലവിൽ ഓടിക്കുമ്പോൾ മിസ്സിങ്ങോ റണ്ണിങ്ങിലോ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റോ നമുക്ക് പ്രത്യക്ഷത്തിൽ വണ്ടിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബറേറ്ററുടെ ഭാഗം നമ്മൾ അഴിക്കുന്നില്ല. കാർബറേറ്റർ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ടവന്ന വർക്കല്ല. അത് നമ്മൾ അഴിക്കുമ്പോൾ ഏകദേശം നമുക്കൊരു 500 രൂപ ചിലവ് തന്നെ ഉണ്ട്. കാരണം കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീനർ എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ അതിൻ്റെ ലേബർ ചാർജ് വരും. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ സ്ലോ ജെറ്റോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1500 രൂപ പ്രതീക്ഷിച്ച് വേണം നമ്മളത് അഴിക്കാനായിട്ട്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഓടിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം ചെയ്യണ്ട എന്ന് പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഈ ഭാഗത്ത് ലീക്കേജ് ഉണ്ട്. ചെറിയൊരു ലീക്ക് കാണിക്കുന്നുണ്ട്. ആ ഗ്യാസ്കറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അത് ആരംഭം ആണ്. കൈയോടെ നമുക്കത് മാറ്റിയിടാണെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ബുഷുകൾക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഫ്രണ്ടിൽ യൂസ് ചെയ്തേക്കുന്ന ലൈൻഡർ ഒറിജിനലാണ്, കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. പക്ഷേ ബാക്കിൽ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് പുതിയ ലൈൻഡറാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് വീല് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോളോൻ്റെ കമ്പനി മോഡൽ സാപ്പർ മോഡൽ ടയറാണ്, നല്ല ടയറാണ്, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിലത്തെ ടയർ വലിയ താമസമില്ലാണ്ട് നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ആക്റ്റീവ ഈ മോഡലൊക്കെ വരുമ്പോഴത്തേക്കും ഫ്രണ്ടും ബാക്കും ഒരേ അളവാണ്, 10 ഇഞ്ച് വീലാണ് വരാം. അപ്പോൾ നമുക്ക് ഇത് ഡിസ്ക് പാടി തന്നെ അഴിച്ച് ഈ 4 നെട്ട് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അഴിച്ച് നേരെ ബാക്കിലേക്ക് ഇടാം. ഇടുന്ന ടയർ പുതിയ ടയർ ഫ്രണ്ടിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാനായിട്ടൊരു സ്മൂത്ത്നെസ് കിട്ടും. തന്നെയല്ല ഇതിൻ്റെ അലൈൻമെൻറ്റ് പോയി കിടക്കുന്നുണ്ടെങ്കിൽ ഈ ടയറിൻ്റെ അലൈൻമെൻറ്റ് പോയിട്ടുണ്ടാവും ചെറുതായിട്ട്. അപ്പോൾ അത് ബാക്കിലാവുമ്പോൾ ഉപയോഗിച്ച് തീർന്നു പോകുള്ളൂ. പിന്നെ ഹാൻഡിലിൻ്റെ പ്രോബ്ലം പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ വൈസറിൻ്റെ പ്രശ്നമാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് തൽക്കാലം അങ്ങനെ തന്നെ ഉപയോഗിക്കാം. കഴിഞ്ഞിട്ട് മാറ്റി കളയാം. അതാണ് നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്ന വർക്ക്. ബാറ്ററി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട്. ബാറ്ററിയുടെ കണ്ടീഷൻ SF സോണിക്കിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.87 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 8.6 വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ലൈഫിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. 8ൽ താഴേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട് സെൽഫിൻ്റെ. അപ്പോൾ വലിയ താമസിക്കാണ്ട് ആ ഒരു സ്റ്റേജിലേക്ക് എത്തും. പിന്നെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. സ്പാർക്ക് പ്ലഗ് ആയാലും നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട്. പുതിയ പ്ലഗ്ഗാണ് കിടക്കുന്നത്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റും പുതിയ തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോയും വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. അതുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. അതിനകത്ത് ഞാൻ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞേക്കണതുകൊണ്ടാണ്. എന്നാൽ ഈ ലൈൻഡർ തീരെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേക്കൊന്നും ആയിട്ടില്ല. പക്ഷേ ഈ ബ്രേക്ക് കിടക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചതഞ്ഞ ബ്രേക്കായിരിക്കും. നമുക്കൊരു രീതിയിലും കംഫർട്ട് തരില്ല. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടുന്നത്. ബ്രേക്ക് ലൈൻഡർ അടക്കം ഉൾപ്പെടുത്തി. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്കതനുസരിച്ച് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ടയറിൻ്റെ കേസ് മാറ്റുന്നുണ്ടെങ്കിൽ അതുകൂടി പറയാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ ചെയ്തിടാനായിട്ടും അതൊരു ഇതായിരിക്കും. പിന്നെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പിന്നീട് നമ്മൾ അഴിച്ച് പിന്നെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതിന് അഡീഷണൽ ലേബറും കാര്യങ്ങളൊക്കെ വരാമല്ലേ. കൂട്ടത്തിക്കടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈയോടെ തന്നെ സെറ്റ് ചെയ്താൽ റൊട്ടേഷൻ ചെയ്ത് ഇട്ട് തരാം. കമ്പനി തന്നെ മോഡൽ തന്നെ സാപ്പർ മോഡൽ ടയർ തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ കാണാൻ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യുക. അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.